അപ്പോൾ നമ്മൾ ഇതേപോലെ കടുക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച കടുകാണ്. അതിനകത്തൊരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തോട്ട് വേണ്ടത് നമ്മുടെ കോടാലിത്തേലമാണ് ഉണ്ടോ, അത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മണം അറിയാമല്ലോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ പല്ലി, നമ്മുടെ കിച്ചണിലെ പല്ലി ശല്യം ഒഴിവാക്കാനാണ് കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ കിച്ചണിൽ പല്ലി വരുന്ന സ്ഥലത്ത് സ്റ്റോർ റൂമിലാണേലും ഇവിടെ ആണേലും ഇതേപോലെ വിനാഗിരിയും കൂടെ ചേർക്കുക. അപ്പം വിനാഗിരിയും അതേപോലെ തന്നെ കടുകും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അപ്പം ഈ ഒരു സൊല്യൂഷൻ നമ്മളിവിടെ വെക്കുന്നത് മൂലം നമുക്ക് ഒഴിഞ്ഞ് കിട്ടും, പല്ലിശല്യമൊക്കെ ഒഴിഞ്ഞ് കിട്ടും. ആ ഒരു സ്മെല്ലടിച്ചിട്ട് വരത്തില്ല. കടുകിൻ്റെ ആ ഒരു എഫക്റ്റും അതേപോലെ തന്നെ വിനാഗിരിയും കോടാലിത്തൈലം മാത്രം മതി. ഈ ഒരു മണടിച്ചിട്ട് കൊതുക് പോലും വരത്തില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കൊതുകും എല്ലാം ഒഴിഞ്ഞ് കിട്ടും. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് ഇതേപോലെ പഴുത്ത് ഞെങ്ങിയ ബീട്രൂട്ടൊക്കെ നമുക്ക് തൊലി ചെത്തിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണല്ലേ. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഫ്രീസറിനകത്തൊരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം എടുക്കുക. ഇതിപ്പോൾ ഫ്രീസറിൻ്റെ ഡോറിൽ സൈഡിൽ വെക്കുകയാണ്. അപ്പോൾ ഇതേപോലെ വെച്ച് 15 മിനിറ്റിന് ശേഷം നമ്മളതെടുത്തൊന്ന് തൊലി ചെത്തുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് തന്നെ നല്ല ഇപ്പോൾ മേടിച്ച അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ തൊലി എത്താൻ വളരെ ഈസി ആയിരിക്കും കണ്ടോ. നല്ല ഉണ്ടോ, ഫ്രഷായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇപ്പോൾ തൊലി ചെത്തുമ്പം നമ്മൾ താഴെ ഇടാതെ ഇതേപോലെ ഒരു കവറിനകത്ത് ചെത്തിയിടുകയാണെങ്കിൽ നമുക്ക് കളയാനും വളരെ ഈസിയാണ്. അടുത്ത ഒരു സൊല്യൂഷൻ നമുക്ക് റെഡിയാക്കാൻ പോകുന്നതിന് ഈച്ച ഉറുമ്പിനാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്പ്രേ ബോട്ടിലിനകത്തോട്ട്. ഈ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തത്. ഫസ്റ്റ് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം വിനാഗിരിയും വെള്ളവും ഒരേ അളവിൽ തന്നെ എടുക്കാൻ നോക്കുക. എന്നിട്ട് ഇത് രണ്ടും മാത്രം മതി കേട്ടോ. നമുക്ക് ഈച്ച ശല്യം ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഏത് ഭാഗത്തൊക്കെയാണ് വരുന്നത് ആ ഭാഗത്തെല്ലാം ഇത് വെച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഉറുമ്പ് ശല്യം ഈച്ച ശല്യം എല്ലാം ഒഴിവാക്കി കിട്ടും കേട്ടോ.